രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഈ ഒരു നിർണായകമായൊരു പ്രഖ്യാപനമാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതും ഈ ഒരു കേരള പിറവി ദിനത്തിൽ ഇവർ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു സുപ്രധാനമായ വാഗ്ദാനം കൂടിയായിരുന്നു ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്നത്. അതിലേക്ക് കേരളം എത്തിയെന്ന് പറയുമ്പോൾ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് നമ്മൾ കരുതണം? എന്തായാലും അതൊരു പ്രഖ്യാപനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മലയാളിക്ക് സ്വാഭാവികമായിട്ടും അത് അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ 64,000 കുടുംബങ്ങൾക്ക് പുറമെ വേണമെങ്കിൽ ഇനിയും അതിദരിദ്രരായ ഒരുപാട് കുടുംബങ്ങൾ ബാക്കിയുണ്ടാകാം. പക്ഷെ 64,000 കുടുംബങ്ങളെ അതിദരിദ്ര അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ വളരെ മൈക്രോ ലെവലിൽ തന്നെ പ്ലാനിങ് നടത്തി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ചില സംശയങ്ങൾ ബാക്കിയുണ്ട് ഈ സെലക്ഷനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ എല്ലാവരെയും പരിഗണിച്ചോ? ഇപ്പോ പട്ടിക വർഗത്തിൽ നിന്ന് തന്നെ 1.5 ലക്ഷത്തോളം കുടുംബങ്ങളുണ്ട്. അതിൽ നിന്ന് വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമേ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് ഇതിനകം തന്നെ മറികടന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അത് നമ്മൾ മാത്രമല്ല പറയുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഡോക്ടർ കണ്ണനെ പോലെ, അതുപോലെ തന്നെ ഉമ്മൻ ഡോക്ടർ ഉമ്മൻ, അതുപോലെ RVG മേനോൻ അടക്കമുള്ള കേരളം അറിയുന്ന, കേരളം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ കാര്യത്തിൽ കാര്യമായ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് മാനദണ്ഡം? ഇപ്പൊ UNDP പോലെയുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസി ഒന്നും ഇത് പരിശോധിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരേ ആളുകൾ തന്നെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതേ ആളുകൾ തന്നെ ഇത് പൂർത്തിയാക്കിയ ശേഷം പ്രഖ്യാപനം നടത്തുന്നു. സത്യത്തിൽ ഇതിന്റെ ഇവാലുവേഷനും അസസ്മെന്റും ഒക്കെ മറ്റൊരു ഏജൻസി നടത്തേണ്ടതായിരുന്നു. UNDP പോലുള്ള മൾട്ടി ഫേസ് പോവർട്ടി എന്നൊക്കെ പറയുന്ന പുതിയ സങ്കല്പങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് പെർ ക്യാപിറ്റ ഇൻകം മാത്രം നോക്കിയിട്ടാണ് പോവർട്ടി നിശ്ചയിച്ചിരുന്നത്. ഇന്നിപ്പോ അങ്ങനെയല്ല. പല രീതിയിലുള്ള മാനദണ്ഡങ്ങളും യാർഡ് സ്റ്റിക്സും ഒക്കെ ഉപയോഗിച്ചാണ് പോവർട്ടിയെ അളക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അതിദാരിദ്ര്യാവസ്ഥ എന്നൊക്കെ പറയുന്നത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ അവരെ കണ്ടെത്തിയതും. പക്ഷെ അതൊന്നും അത്ര ശാസ്ത്രീയമായ രീതിയിലല്ല. ഗ്രാമസഭകളിൽ ഒക്കെയാണ് അതിന്റെ കണ്ടത്. പിന്നെ ചില കുറെ ഏജൻസികളെ ഉൾപ്പെടുത്തി അവരാണ് ഇത് കണ്ടെത്തിയിരുന്നത്. അതെല്ലാം 100% കറക്റ്റ് ആണോ, അർഹതയുള്ള ഒരു മുഴുവനിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും സംശയം ഉണ്ടാകാം. അതൊരു തുടർ പ്രക്രിയയായിട്ട് ഇനിയും മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉൾപ്പെടുത്താത്തവരെ ഇനിയും ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും ഈ 64,000 ഇപ്പൊ നമുക്കറിയാം, മഞ്ഞക്കാർഡുകാരായിട്ടുള്ള ഏറ്റവും ഈ റേഷൻ കാർഡിൽ തന്നെ അതിദാരിദ്ര്യത്തിന്റെ പേരിൽ അന്നപൂർണ്ണ അന്നയോജന കാർഡുകൾ ചെയ്യുന്ന 5 ലക്ഷത്തോളം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ 5 ലക്ഷം കുടുംബങ്ങളെ ഈ ദാരിദ്ര്യാവസ്ഥ പരിഗണിച്ചാണ് ഈ ഭക്ഷ്യസുരക്ഷ പ്രകാരം 35 കിലോ അരിയൊക്കെ പ്രതിമാസം കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇത്രത്തോളം കുറഞ്ഞ 64,000-ലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. കാരണം അത്രയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. ഇപ്പൊ എന്റെ വാർഡിൽ തന്നെ ഞാൻ ഇതിന്റെ ആ ഒരു ആലോചന യോഗത്തിൽ ഇതിന്റെ ഒരു ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്ത ഒരാളാണ്. അന്ന് ഞങ്ങളുടെ വാർഡില് തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്ത് 24 വാർഡുകളുള്ള വലിയ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നാണ്. അതിൽ ആ പഞ്ചായത്തിൽ ഈ ഇത് നടന്നപ്പോൾ ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഞങ്ങൾ പല മാനദണ്ഡങ്ങൾ വെച്ച് ആലോചിച്ച് ഒരു 32. താങ്കൾ കേൾക്കുന്നുണ്ടോ? കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം, അതാണിന്നിപ്പോൾ കേരളപ്പിറവി ദിനത്തിൽ എല്ലാവരും കണ്ടത്. കേരളമാകെ ഉറ്റുനോക്കിയിരുന്നതും ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയായിരുന്നു. കാരണം 4.5 വർഷങ്ങൾക്ക് മുൻപ് LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപായി തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയൊരു സുപ്രധാന വാഗ്ദാനമാണിപ്പോൾ നിറവേറ്റിയതെന്നുള്ളൊരു അവകാശവാദമാണിപ്പോൾ LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. താങ്കൾക്ക് തുടരാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടാകും. പക്ഷെ ആ പോരായ്മകൾ റെക്ടിഫൈ ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞതിനെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം ആളുകളെങ്കിലും കേരളത്തിന്റെ അഭിമാന നിമിഷമായിട്ടാണ് കാണുന്നത്. ഇടതുപക്ഷ സർക്കാർ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നു. പോരായ്മകളുണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിപക്ഷം ആ ഒരു ഘട്ടത്തിൽ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്, അല്ലെങ്കിൽ പോയത് നിർഭാഗ്യകരമായി പോയി എന്ന് വേണം കരുതാൻ. കാരണം ഇതൊരു വലിയ ശുദ്ധ തട്ടിപ്പാണ്, ഇത് വലിയ അതിരുവിട്ട അവകാശവാദമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ആ സർക്കാരിൻ്റെതായ ചില ഏകപക്ഷീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് സെലക്ഷൻ നടന്നത് എന്നൊക്കെയുള്ള അവരുടെ ആരോപണത്തിൽ വലിയൊരളവിൽ കഴമ്പും ഉണ്ടാകാം. ചില കണക്കുകൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അവരുടെ കൈവശം ഉണ്ട് താനും. മാത്രമല്ല, പണ്ട് അവർ തന്നെ നടപ്പാക്കിയ ആന്റണി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതി നിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ അതും ഇതേ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച
പദ്ധതിയാണ്. പക്ഷെ ആ ആശ്രയ പദ്ധതി മാറ്റിയിട്ടാണ് ഇപ്പൊ ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം വന്നത്. ഏതാണ്ട് രണ്ടിന്റെയും ഒരേ ആശയവും ഒരേ ലക്ഷ്യവും ഒക്കെ ആയിരുന്നു. എന്തായാലും ഒരു കേരളപ്പിറവി ദിനത്തിൽ കേരളത്തെ വളരെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിന് അവകാശപ്പെടാനില്ലാത്ത, ലോകത്ത് തന്നെ വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് അവകാശപ്പെടാവുന്ന ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഇടത് സർക്കാർ ഇതിനെ ചിത്രീകരിക്കുന്നത്. അവർക്ക് അതിനുള്ള എന്താ പറയാ അവകാശം ഇല്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല. അങ്ങനെ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി 2022 മുതൽ ആരംഭിച്ച് ഇത് വളരെ കൃത്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയി നടത്തിയ ഈ ഒരു പ്രക്രിയയെ നമുക്ക് അഭിനന്ദിക്കാം. ഏതായാലും കേരളമാണ് അത് ആദ്യമായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ച, പണ്ട് സമ്പൂർണ്ണ സാക്ഷരത ആദ്യമായിട്ട് നേടിയ സംസ്ഥാനം, ഇപ്പൊ ഇത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കേരളം ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായി ഇന്ത്യ വീണ്ടും ഒരു അച്ചീവ്മെന്റ് കൂടി, ഒരു ഗോൾ കൂടി നേടി കേരളത്തെ പ്രതിഷ്ഠിക്കുകയാണ്. ഏതായാലും ഇതിനകത്ത് കുറെ പാളിച്ചകളൊക്കെ ഉണ്ടാകാം, കുറെ അവകാശവാദങ്ങൾ ഒരുപക്ഷെ അതിര് വിട്ടതാകാം, ഒരുപാട് പേര് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ വാർഡിൽ തന്നെ 32 പേരെ നിർദ്ദേശിച്ചിട്ട് അതിൽ ചിലരെങ്കിലും കിഡ്നി രോഗം മൂലം വിഷമിക്കുന്നവരാണ്, പലരും ക്യാൻസർ പേഷ്യൻസ് ആണ്, പലർക്കും വാർഡ് മെമ്പറും ഞങ്ങളൊക്കെ അടക്കമുള്ള ഇവിടുത്തെ സുജനങ്ങൾ സാധാരണ മനുഷ്യരാണ്, അല്ലെങ്കിൽ നല്ല മനുഷ്യർ ആണ്. അവർക്ക് ഓരോ മാസവും ചികിത്സയ്ക്കുള്ള പണം കൊടുക്കുന്നത്, പച്ചക്കറി കിറ്റുകൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട്. പക്ഷെ അവരാരും ഈ പട്ടികയിൽ പെടുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഏതായാലും ഒരുപാട് പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ നേടിയെടുത്തതിനെ കുറച്ച് കാണേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇത്തരം ഒരു പ്രഖ്യാപനം അമർത്യ സെന്നിനെ പോലെയൊക്കെയുള്ള വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരോ അതുപോലെയുള്ള ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സാമൂഹിക പ്രവർത്തകരോ അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അത് ആ പ്രഖ്യാപനമായിട്ട് പൊരുത്തപ്പെടുമായിരുന്നു. ഇപ്പൊ മോഹൻലാലിനെ പോലെ, മമ്മൂട്ടിയെ പോലെ, കമലഹാസനെ പോലെ കോടാനുകോടികളുടെ ഒരു സെലിബ്രിറ്റി എന്നതിനപ്പുറത്ത് ഈ ദാരിദ്ര്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇത്തരം മനുഷ്യർ ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം നടത്തുമ്പോൾ എന്തോ ഒരു കല്ലുകടി തോന്നുന്നുണ്ട്. അതിനപ്പുറത്ത് വേറെ ആരെങ്കിലും ഇതിന് അനുയോജ്യരായിട്ടുള്ള ആളുകളായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആ പരിപാടി നന്നായേനെ എന്നൊരു പക്ഷവും എനിക്കുണ്ട്. എന്തായാലും സോഫാർ സോ ഗുഡ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വലിയ പദ്ധതി നടപ്പാക്കുന്നു, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഠിനാധ്വാനം ചെയ്യുന്നു. അതിൽ ഒരുപാട് പേരുടെ ട്രെയിനിങ്, ഇപ്പൊ 4 ലക്ഷം പേർക്ക് ട്രെയിനിങ് കൊടുത്തു എന്നാ പറയുന്നത്. അങ്ങനെ എല്ലാ തലത്തിലും ഇതിനു വേണ്ടി ഒരുപാട് പണിയെടുത്ത, അത് പദ്ധതി പ്രാവർത്തികമാക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ അർപ്പണബോധത്തോടെ വർഷങ്ങളോളം പണിയെടുത്ത എല്ലാവർക്കും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ആ പ്രക്രിയ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന അല്ല. ഇതിനിപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഇത് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ആരോപിക്കാം. പ്രതിപക്ഷം ആ ഒരു പോയിന്റിനായിരിക്കാം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഏതായാലും നേട്ടത്തെ നേട്ടമല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. സോഫാർ സോ ഗുഡ്. ഇത്രത്തോളം എത്തിച്ചത് 64,000 കുടുംബങ്ങൾക്ക് അതിന്റെ നേട്ടം പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.